ജില്ലയിലെ കൃഷിയോഗ്യമായ തരിശു നിലങ്ങൾ കണ്ടെത്തി കൃഷി വകുപ്പിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെ മാതൃകാ കൃഷികൾ ആരംഭിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. സുരക്ഷിത ഭക്ഷണക്രമത്തിലൂടെ സുരക്ഷിത ആരോഗ്യം സാധ്യമാക്കുന്നതിനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ പുതിയ പദ്ധതിയുടെ പ്രചാരക പരിശീലന പരിപാടി മഞ്ചേരി ജില്ലാ ട്രോമ കെയർ പരിശീലന കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ആദ്യഘട്ടത്തിൽ ജില്ലയിലെ 100 ഹെക്ടർ സ്ഥലം ഇത്തരത്തിൽ കൃഷിയോഗ്യമാക്കും. ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഒരിക്കലും ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കില്ലെന്നും അവരുടെ മനോഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തുക എന്നും കളക്ടർ VR വിനോദ് പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളും ഡയാലിസ് ചെയ്യുന്നവരുടെ എണ്ണവും ജില്ലയിൽ വളരെ കൂടുതലാണ്. 10 വർഷത്തിനുള്ളിൽ രാജ്യാറാണി എക്സ്പ്രസിന്റെ ക്യാൻസർ വണ്ടി എന്ന ദുഷ്ടപ്പേര് മാറ്റിയെടുക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഡയാലിസിസ് ചെയ്യുന്നവരും ക്യാൻസർ പേഷ്യൻസും മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വെച്ചാൽ പല കാരണങ്ങളുണ്ടാകാം. ഭക്ഷണം അതിൻ്റെ ഒരു കാരണമാകാം, ശാസ്ത്രീയമായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആരെയും കമ്പനി ചെയ്തല്ല പറയും, ചെറിയ ചെറിയ കാര്യങ്ങൾ ആർക്കും നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് നിങ്ങളുടെ പ്രതീക്ഷയായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു ദിവസം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിൽ എനിക്കും അതിനെപ്പറ്റി ഒരു താല്പര്യമുണ്ട്, നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. ആരോഗ്യമുള്ള ജീവിതത്തിനായി ആരോഗ്യകരമായ ഭക്ഷണശീലം എങ്ങനെ വളർത്തിയെടുക്കാം എന്ന വിഷയത്തിൽ ഭക്ഷ്യസുരക്ഷാ നോഡൽ ഓഫീസർ P. അബ്ദുൽ റഷീദ്, ട്രോമ കെയർ ജില്ലാ ഭാരവാഹി മുഹമ്മദ് സലീം എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചടങ്ങിൽ ട്രോമ കെയർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് നജീബ് അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ, ട്രോമ കെയർ ജനറൽ സെക്രട്ടറി KP പ്രതീഷ് കുമാർ, സൗദി എടക്കര വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളായ അഫ്സൽ കല്ലിങ്ങപ്പാടൻ, മുഹമ്മദ് അലി പാറമ്പുവൻ, അബ്ദുൽ കരീം പുന്നക്കാടൻ, ട്രോമ കെയർ ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് സലീം, TM ഷാനിയ, K. അഷ്റഫ് വണ്ടൂർ തുടങ്ങിയവരും പങ്കെടുത്തു. ചടങ്ങിൽ സേവാ ജിദ്ദ എടക്കര സംഘടന ട്രോമ കെയറിന് ധനസഹായം കൈമാറി. മാർച്ച് 1 മുതൽ മലപ്പുറത്ത് ഹോട്ടലുകളിൽ മധുരം, ഉപ്പ്, ഓയിൽ എന്നിവ പരമാവധി കുറച്ചുള്ള ഭക്ഷണങ്ങൾ കൂടി ലഭ്യമാക്കിയ ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ തുടർച്ചയാണ് ജില്ലയിൽ പുതിയ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത്. മലബാർ ടൈംസ്, മഞ്ചേരി.